അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ 4ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുർ റാബിഉ അൽ ഈമാനു ബിൽ മലായിക്ക. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. പ്രകാശത്താലാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നവരാണ്. മലക്കുകൾ പാപം ചെയ്യുന്നവരല്ല. അവർ എപ്പോഴും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് മാതാപിതാക്കളോ മക്കളോ ഇല്ല. അവർക്ക് ആണെന്നോ പെണ്ണെന്നോ പറയപ്പെടുകയില്ല. അള്ളാഹുവിന് അനേകം മലക്കുകളുണ്ട്. അവരുടെ എണ്ണം അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. അൽ മലായിക്കത്തു ഇബാദും മുക്രമൂൻ. മലക്കുകൾ ആദരണീയ അടിമകളാകുന്നു. ഇത്രയും കേട്ടതിൽ നിന്ന് മലക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആരാണ് മലക്കുകൾ? ഏഞ്ചൽസ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അവര് അദൃശ്യരാണല്ലേ. അവരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. എന്നാൽ അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പ്രകാശം കൊണ്ടാണ് അവരെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മാത്രമാണ് അവർ ചെയ്യുന്നതും. അവർ ഒരിക്കലും പാപം ചെയ്യുന്നവരല്ല. അവർക്ക് ആണെന്നോ പെണ്ണെന്നോ ഉള്ള വിശേഷണമില്ല. അവർ ഉറങ്ങുകയോ കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. അവർക്ക് ക്ഷീണമോ തളർച്ചയോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും ഉണ്ടാകാറില്ല. അവർക്ക് മാതാപിതാക്കളോ സന്താനങ്ങളോ ഒന്നുമില്ല. അവരുടെ എണ്ണം എത്രയാണെന്ന് അല്ലാഹു തആലയ്ക്ക് മാത്രമേ അറിയുകയുമുള്ളൂ. അവരിൽ 10 മലക്കുകളെ കുറിച്ചും അവരുടെ ജോലി എന്താണെന്നും നമുക്ക് പഠിക്കാനുണ്ട്. അവരിൽ പ്രധാനിയാണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബിമാർക്കൊക്കെ വഹിയുമായി എത്തുന്നത് ഈ മലക്കാണ്. വഹി എന്ന് വെച്ചാൽ എന്താണ്? ദിവ്യ സന്ദേശം. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശവുമായി നബിമാരിലേക്ക് എത്തുന്നത് ജിബ്രീൽ എന്ന മലക്കാണ്. മഴ, ഇടി, കാറ്റ്, മിന്നൽ ഇതൊക്കെയായിട്ട് ഒരു മലക്കിന് ചുമതലയുണ്ട്. ആ മലക്കിന്റെ പേരാണ് മീകാഈൽ അലൈഹിസ്സലാം. സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന മലക്കുണ്ട്. റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. മനുഷ്യരുടെ നന്മ തിന്മകൾ എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ഖബറിൽ ചോദ്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. സ്വർഗത്തിന് കാവല് നിൽക്കുന്ന മലക്കുണ്ട്. നരകത്തിന് കാവല് നിൽക്കുന്ന മലക്കുണ്ട്. അങ്ങനെ 10 മലക്കുകളുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം കേട്ടോ. അപ്പോൾ മലക്കുകൾ ആരാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസിലോട്ട് പോകാം. ഉത്തരം പറയുക. 1. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? മലക്കുകളിൽ വിശ്വസിക്കൽ. 2. അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ് ആര്? മലക്കുകൾ. 3. അവരുടെ എണ്ണം അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. ആരുടെ? മലക്കുകളുടെ. അടുത്തത് പൂരിപ്പിക്കുക. 1. മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഡാഷ് ആണ്. പ്രകാശത്താലാണ്. 2. മലക്കുകൾ ഡാഷ് ചെയ്യുന്നവരല്ല. മലക്കുകൾ പാപം ചെയ്യുന്നവരല്ല. അടുത്തത് അർത്ഥം എഴുതുക. അൽ മലായിക്കത്തു ഇബാദും മുക്രമൂൻ. മലക്കുകൾ ആദരണീയ അടിമകളാകുന്നു. അടുത്തത് പകർത്താം. അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. അവിടെ 2 ലൈൻ തന്നിട്ടുണ്ട്. 2 പ്രാവശ്യം പകർത്തി എഴുതുക. അൽ മലായിക്കത്തു ഇബാദുൻ മുക്രമൂൻ. അവിടെയും 2 ലൈൻ തന്നിട്ടുണ്ട്. അവിടേക്ക് എഴുതുക. വിവരിക്കാം. മലക്കുകളുടെ പ്രത്യേകതകൾ. ഉദാഹരണത്തിന് പ്രകാശത്താൽ സൃഷ്ടിച്ചിട്ടുള്ളവരാണവർ. മറ്റെന്തൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം? അത് 2, 3 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സ്ഥലത്ത് എഴുതേണ്ടത്. എന്തൊക്കെ പ്രത്യേകതകൾ അറിയാം? അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നവരാണ്. മലക്കുകൾ പാപം ചെയ്യുന്നവരല്ല. അവർ എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് മാതാപിതാക്കളോ മക്കളോ ഇല്ല. അവർക്ക് ആണെന്നോ പെണ്ണെന്നോ പറയപ്പെടുകയില്ല. അള്ളാഹുവിന് മാത്രമാണ് അവരുടെ എണ്ണം എത്രയാണെന്നറിയുന്നത്.
ഇങ്ങനെയൊക്കെ കുറേ പ്രത്യേകതകൾ അവർക്കുണ്ടല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്തത് പരിചയപ്പെടാം. കുറച്ച് വാക്കുകൾ അവിടെ തന്നിട്ടുണ്ട്. ആ വാക്കുകൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കൂ. മലക്കുൻ, മലായിക്കത്തുൻ, അബ്ദുൻ, ഇബാദുൻ, മുക്രമുൻ, മുക്രമൂൻ. ചോദ്യോത്തരങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.